അപ്പോൾ വീക്ക്ലി അപ്ഡേറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ ചാനൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ആഴ്ചയിൽ എന്തൊക്കെ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് നോക്കാം. ഇതുപോലുള്ള മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന ബൈക്കിനെ കുറിച്ചും ബൈക്കിൻ്റെ പുതിയ അപ്ഡേഷനെ കുറിച്ചും അതുപോലെ തന്നെ ബൈക്കിൻ്റെ പ്രൈസ് കുറയുന്നതിന് മുമ്പൊക്കെ നമ്മൾ ചാനലിലൂടെ അറിയിക്കാറുണ്ട്. അതുവഴി കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒന്നാമത്തെ അപ്ഡേറ്റ് സുസുക്കിയുടെ സൈഡിൽ നിന്നാണ്. സുസുക്കിയുടെ 150 മോഡലിൻ്റെ പ്രൈസ് അവർ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. സുസുക്കിയുടെ 150 മോഡലിൻ്റെ പ്രൈസാണ് ഇപ്പോൾ കൂട്ടിയിട്ടുള്ളത്. ചെറിയ പ്രൈസ് ഹൈക്കാണ്, ഏകദേശം ഒരു 4000 റുപ്പീസാണ് കൂടിയിട്ടുള്ളത്. പ്രൈസ് ഹൈക്കിന് മുമ്പ് തന്നെ ചെറിയൊരു അനൗൺസ്മെൻറ്റ് അവർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ചാനലിൽ അറിയിക്കാതിരുന്നത്. ട്രയംഫിൻ്റെ KTMൻ്റെ ഓൾറെഡി ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രൈസൊക്കെ അവർ കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് വാർ ഇഷ്യൂസിന് ശേഷം ഈ റോ മെറ്റീരിയൽസിന് മാനുഫാക്ചറിനൊക്കെ ഭയങ്കര ചിലവ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ കമ്പനീസും ഈ ഒരു പ്രൈസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ബ്രാൻഡ് അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാ ഫോറിൻ ബ്രാൻഡൊക്കെ പ്രൈസുകൾ കൂട്ടിക്കൊണ്ടിരിക്കും. കുറച്ചൊക്കെ ഇന്ത്യൻ ബ്രാൻഡാണ് പിടിച്ചു നിർത്താൻ സാധ്യതയുള്ളത്. പിന്നെ സുസുക്കിയുടെ കുറച്ച് മോഡലിൻ്റെയൊക്കെ അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ജിക്സർ 250ൻ്റെ പുതിയ മോഡൽ, കുറച്ച് അപ്ഡേറ്റ് ചെയ്ത മോഡൽ ഉടൻ തന്നെ വരുന്നുണ്ട്. നല്ല അപ്ഡേറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ചിലപ്പോൾ ഡിസൈനിലൊക്കെ ചെറിയ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ V-Stormനും പുതിയ അപ്ഡേറ്റ് വന്നേക്കാം. പുതിയ മോഡൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ചെറിയ അപ്ഡേറ്റ് ബജാജിൻ്റെയാണ്. ബജാജിൻ്റെ അവഞ്ചർ 220യുടെ സ്ട്രീറ്റ് മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയ എടുത്തു പറയേണ്ടൊക്കെ മാറ്റങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. 2 പുതിയ കളേഴ്സിലാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഈ ഒരു കളേഴ്സിൽ വരുന്നത് ഒന്ന് എബോണി ബ്ലാക്കും രണ്ടാമത്തേത് കോക്ടെയിൽ റെഡ് വൈൻ എന്നിട്ടുള്ള കളേഴ്സാണ്. ബാക്കി ഹാർഡ്വെയർ ആൻഡ് ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ്. 220യിൽ കണ്ട സെയിം എഞ്ചിനുമാണ് കൊടുത്തേക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് TVSൻ്റെ ആണ്. TVSൻ്റെ ഒരു എൻഡോർക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മാക്സി സ്കൂട്ടർ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷത്തോടു കൂടി വണ്ടി മാർക്കറ്റിലേക്ക് അവർ എത്തിക്കും. എൻഡോർക്കിൽ കൊടുത്ത സെയിം എഞ്ചിനായിരിക്കും. പിന്നെ ലാർജർ വീൽസ്, ഒരുപാട് ഫീച്ചേഴ്സും ടെക്നോളജിയൊക്കെ വണ്ടിക്ക് വന്നേക്കാം. അടുത്ത അപ്ഡേറ്റ് ഹീറോ മോട്ടോകോപ്പിൻ്റെയാണ്. ഹീറോ മോട്ടോകോപ്പിൻ്റെ സ്പ്ലെൻഡർ പ്ലസിൻ്റെയും HF ഡിലക്സിൻ്റെയും ഫ്ലെക്സിബിൾ മോഡൽ ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ E20 ആണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് E25, E30, E85 വരെ വന്നേക്കാം. അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയൊരു എഞ്ചിനാണ് അവർ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ E20 ആയതുകൊണ്ട് തന്നെ പഴയ മോഡലിനൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. ഇതിലവർ ECUവിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വണ്ടിയുടെ പ്രൈസ് നോക്കുവാണെങ്കിൽ HF ഡിലക്സിന് ഏകദേശം 72,700 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. ഹീറോയുടെ സ്പ്ലെൻഡർ പ്ലസിന് 82,000 രൂപയാണ്. നോർമൽ മോഡൽ വെച്ച് നോക്കുമ്പോൾ ഒരു 5,000 രൂപയോളം കൂടിയിട്ടുണ്ട്. അടുത്തത് ഹോണ്ടയുടെ അപ്ഡേറ്റ് ആണ്. ഹോണ്ടയുടെ ഒരു അഡ്വഞ്ചർ സ്കൂട്ടർ ഉടൻ തന്നെ വരാൻ പോവാണ്. ഒരു അഡ്വഞ്ചർ സ്റ്റൈലിലുള്ള ഒരു മാക്സി സ്കൂട്ടർ ആയിരിക്കും. ഹീറോയുടെ സൂ 160 പോലുള്ളൊരു മോഡലാണ്. ഹോണ്ട ആണെങ്കിൽ ഇന്ത്യയിൽ ബൈക്കുകളും സ്കൂട്ടറൊക്കെ കൊണ്ടുവരും ഭയങ്കര കുറവാണ്. പുതിയ മോഡൽ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ADV 160 എന്ന് പറയുന്ന മോഡലുണ്ട്. അതേ മോഡലായിരിക്കും അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഒരു 160cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനായിരിക്കും. ഓൾറെഡി വണ്ടിയുടെ പാറ്റന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലോഞ്ചും ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഈ വർഷം തന്നെ വണ്ടി ചിലപ്പോൾ ഇറങ്ങിയേക്കാം. 2 ലക്ഷത്തിന് താഴെയായിരിക്കും വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് ഒക്കെ വരുന്നത്. അടുത്ത അപ്ഡേറ്റ് ബജാജിൻ്റെ സൈഡിൽ നിന്നാണ്. ബജാജും അങ്ങനെ ഒരു അഡ്വഞ്ചർ ബൈക്ക് കൊണ്ടുവരാൻ പോക്കാണ്. വണ്ടി ഓൾറെഡി ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എൻഡ്യൂറോ സ്റ്റൈലിലാണ് പുതിയ ബജാജ് ADV വരാൻ പോകുന്നത്. ലോങ് ട്രാവൽ ആയിട്ടുള്ള സസ്പെൻഷനാണ്. സ്പോക്ക് വീൽ വരുന്നുണ്ട്. ലാർജർ വീൽസ് ആണ്. ഒരു വൈഡർ ഹാൻഡിൽ ബാറാണ്. കുറച്ച് ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. സീറ്റൊക്കെ ഫ്ലാറ്റ് സീറ്റാണ്, സ്പ്ലിറ്റർ സീറ്റല്ല. നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അവർ ഫോട്ടോസ് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വണ്ടിയിൽ കവേർഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ടെസ്റ്റും ബൈക്ക് ആയതുകൊണ്ട് എഞ്ചിൻ വരാൻ ചാൻസ് ഉള്ളത് ഒരു പക്ഷേ N250യുടെ എഞ്ചിനായിരിക്കും. ആ ഒരു സെയിം എഞ്ചിൻ വെച്ചിട്ടായിരിക്കും ഈ ഒരു അഡ്വഞ്ചർ ബൈക്ക് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ട്യൂണിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഈ വർഷം അവസാനമാണ് വണ്ടിയുടെ ലോഞ്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ വണ്ടി ലോഞ്ച് ചെയ്തേക്കാം.